പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുർഗാഷ്ടമിയാണ്, പൂജവെപ്പാണ്. ഇത്തവണത്തെ പൂജവെപ്പിനൊരു വിശേഷമുണ്ട്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ദുർഗാഷ്ടമി കേരള സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പൊതു അവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, ബാങ്കുകൾക്ക് കൂടി ബാധകമാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ സവിശേഷതകളുള്ള ഒരു ദുർഗാഷ്ടമിയാണ് നമുക്ക് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരാഘോഷം എന്ന് പറയുന്നത് ഓണത്തിനേക്കാളും വിഷുവിനേക്കാളും പൂജ വെപ്പായിരുന്നു. കാരണം പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുസ്തകം തുറക്കണ്ട. പൂജ എടുക്കുന്നവരെ ഈ പുസ്തകം എടുത്ത് പഠിക്കാനുള്ള വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഉപദേശവും നിർദ്ദേശവും പിന്നെ ഉണ്ടാകുകയില്ല. പുസ്തകം പൂജയ്ക്ക് വെച്ചേക്കാണല്ലോ. പൂജ എടുക്കുന്നവരെ നമുക്ക് കളിക്കാം, തലകുത്തി മറിയാൻ എന്തുവേണമെങ്കിൽ ചെയ്യാം. അതായിരുന്നു കുട്ടിക്കാലത്ത് ഈ പൂജ വെപ്പിനോട് അല്ലെങ്കിൽ നവരാത്രി ആഘോഷത്തോടുള്ള പ്രധാനപ്പെട്ട ആകർഷണം. ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോൾ, പിന്നീട് നെടുമ്പാശ്ശേരി സ്കൂളിൽ 5ാം ക്ലാസ് മുതൽക്ക് 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ദുർഗാഷ്ടമി ഒഴിവായിരുന്നു. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി 3 ദിവസവും അവധിയാണ്. ഇതിലേതെങ്കിലും ഒരു ദിവസം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പോയാൽ നമുക്ക് വലിയ സങ്കടമാണ്. അതുകൊണ്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 5 ദിവസത്തിനിടയ്ക്ക് ഈ 3 അവധികൾ കിട്ടണം എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്താണ് ഈ ദുർഗാഷ്ടമിയുടെ അവധി എടുത്തു കളഞ്ഞത്. അന്ന് അച്യുതമേനോനാണ് കേരള മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചത്. അച്യുതമേനോൻ നോക്കിയപ്പോൾ ഈ കേരള സംസ്ഥാനത്ത് ഇത്ര അധികം അവധികളുടെ ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നി. അങ്ങനെ 2 അവധികൾ എടുത്തു കളയാൻ തീരുമാനിച്ചു. അതിൽ ഒന്ന് ദുർഗാഷ്ടമിയുടെ അവധിയാണ്. കാരണം ദുർഗാഷ്ടമിയുടെ അന്ന് വൈകുന്നേരമാണ് പൂജ വയ്ക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും പകല് സ്കൂളിൽ പോയി അല്ലെങ്കിൽ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. അതുകൊണ്ട് ദുർഗാഷ്ടമിയുടെ അവധി എടുത്തു കളഞ്ഞു. പിന്നെ എടുത്തു കളഞ്ഞ 2ാമത്തെ അവധി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധിയാണ്. അതിൻ്റെയും ആവശ്യമില്ല എന്ന് അച്യുതമേനോന് തോന്നി. അങ്ങനെ ഈ 2 അവധികൾ പുള്ളി നിസ്സാരമായിട്ട് എടുത്തു കളഞ്ഞു. അപ്പോൾ വേറെ തമാശയും കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ച അതിന് മുമ്പ് തന്നെ അവധിയാണ്. പെസഹ വ്യാഴാഴ്ച അവധിയാക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ ക്രിസ്ത്യൻ MLA-മാരെല്ലാവരും കൂടി വലിയ ഭീമഹർജിയുമായിട്ട് അച്യുതമേനോനെ സമീപിച്ചിരിക്കുകയാണ്. പുള്ളി പറഞ്ഞാൽ ഈ നാട്ടിൽ നടപ്പില്ല, ദുഃഖവെള്ളിയാഴ്ച തന്നെ അധികം പറ്റാം, പെസഹ വ്യാഴാഴ്ച ഒന്നും ഞാൻ ഭരിക്കുമ്പോൾ അവധിയാക്കിയില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. അതിൻ്റെ പുറകെയാണ് ഈ ദുർഗാഷ്ടമിയുടെയും അഷ്ടമി രോഹിണിയുടെയും അഥവാ ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധികൾ എടുത്തു കളഞ്ഞത്. അങ്ങനെ മാത്രമല്ല, അന്ന് അടിയന്തരാവസ്ഥയായിരുന്നു. 75-ൽ ഈ അവധി കിട്ടിയിട്ടുണ്ട്. 76-ലെ പുതുക്കിയ അവധികളുടെ ലിസ്റ്റ് വന്നപ്പോൾ ഇത് രണ്ടും ഇല്ല. 76-ലെ അടിയന്തരാവസ്ഥയാണ്. അന്ന് ചോദ്യം ചെയ്യാനും പറ്റില്ല, സമരം ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. 77-ലും അത് തന്നെ ആവർത്തിച്ചു. 78-ലും അങ്ങനെ തന്നെ. അന്ന് തൊട്ട് ഈ വർഷം വരെ 2024 വരെ ദുർഗാഷ്ടമി നമ്മുടെ കലണ്ടറിൽ അവധി അല്ലാതായി. ഒരു സ്ഥലത്തും അവധിയില്ല. ശ്രീകൃഷ്ണ ജയന്തിക്ക് കുറച്ചും കൂടി ഒരു ഭാഗ്യമുണ്ടായി. അതെന്ന് വെച്ചാൽ 78 കഴിഞ്ഞ് 79 വന്നപ്പോൾ മഹാനായ CH മുഹമ്മദ് കോയ കേരളത്തിൽ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊരു അംഗം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഒരു കേരള കോൺഗ്രസ് MLA KJ ചാക്കോ എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ചാക്കോ പെസഹ വ്യാഴാഴ്ച അവധിയാക്കണം എന്ന് CHനോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്യുതമേനോട് പറഞ്ഞിട്ട് നടക്കാതെ പോയ കാര്യമാണ്. ആൻ്റണിയോട് പറഞ്ഞാൽ ഒട്ടും നടക്കില്ല, PKവിയോട് പറഞ്ഞാലും നടക്കില്ല. അച്യുതമേനോൻ എടുത്തു കളഞ്ഞത് PKവിക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല, അച്യുതമേനോൻ കൊടുക്കാത്തത് PKവിക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതായാലും CHനോട് പറഞ്ഞു, കോയ സാഹിബേ, ഞങ്ങളുടെ പെസഹ വ്യാഴാഴ്ച ഒരു അവധിയാക്കി തരണം. CH പറഞ്ഞു, അതിനെന്താ, പെസഹ വ്യാഴാഴ്ച ശരി, അടുത്ത വർഷം മുതൽ പെസഹ വ്യാഴാഴ്ച അവധിയാണ്. അപ്പോൾ മന്ത്രിസഭയിൽ ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ NDPയുടെ ഒരു മന്ത്രിയുണ്ട്, ഭാസ്കരൻ നായർ. ഭാസ്കരൻ നായർ പറഞ്ഞു, കോയ സാഹിബേ, ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധി അച്യുതമേനോൻ എടുത്തു കളഞ്ഞാൽ അതൊന്ന് പുനഃസ്ഥാപിക്കണം. ശരി, കോയ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, ശ്രീകൃഷ്ണ ജയന്തി അടുത്ത കൊല്ലം തൊട്ട് അവധി ആയിക്കോട്ടെ. അപ്പോൾ കോയക്ക് തോന്നി നമ്മുടെ സമുദായത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. പുള്ളി ഉടനെ തന്നെ മുഹറം അവധിയാക്കി. അതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൽ മുഹറം അവധിയായിരുന്നില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ മുഹറം ആചരിക്കുന്നവരുമല്ല. മുഹറം എന്ന് പറയുന്നത് ഇറാനിലും ഇറാഖിലും അതുപോലെ ഹൈദരാബാദിലും ലക്നൌവിലും ഒക്കെയുള്ള ഷിയാക്കളുടെ ഒരാചരണമാണ്, ആഘോഷം പോലുമല്ല. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഗ്രാൻഡ് സൺ ആയിരുന്ന ഇമാം ഹുസൈൻ എന്ന് പറഞ്ഞ ആളെ പുള്ളിയുടെ വിരോധികൾ കൊലപ്പെടുത്തിയ ദിവസമാണ് മുഹറം മാസത്തിലെ 10-ാം ദിവസം, മുഹറം 10. അത് ദുഃഖാചരണമാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച പോലെ ഷിയാക്കൾ ദുഃഖം ആചരിക്കുന്ന ദിവസമാണ് മുഹറം 10.
ഇവിടെ ഷിയാക്കളൊന്നും ഇല്ലെങ്കിലും കോയ നോക്കിയപ്പോൾ എന്തെങ്കിലും ഒരു അവധിയില്ലേ കിടന്നോട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ മുഹറവും അവധിയാക്കി. അങ്ങനെ പെസഹ വ്യാഴാഴ്ചയും അഷ്ടമി രോഹിണിയും അതുപോലെ മുഹറവും അവധിയായി. പക്ഷേ ദുർഗാഷ്ടമി അന്ന് മുതൽക്ക് ഇങ്ങനെ പിന്തള്ളപ്പെട്ട് കിടക്കുക. പിന്നീട് എത്ര സർക്കാരുകൾ മാറി മാറി വന്നു. ഇ കെ നായനാർ വന്നു, കരുണാകരൻ വന്നു. മഹാഭക്തനായ കരുണാകരന് ആ ദുർഗാഷ്ടമിയുടെ അവധി ഒന്ന് പുനഃസ്ഥാപിക്കാൻ തോന്നിയില്ല. പിന്നെ നായനാർ വന്നു, പിന്നെ കരുണാകരൻ വന്നു, പിന്നെ ആൻ്റണി വന്നു. ആൻ്റണി കഴിഞ്ഞ് പിന്നെ നായനാർ വന്നു. നായനാർക്ക് ശേഷം വീണ്ടും ആൻ്റണി വന്നു, ഉമ്മൻചാണ്ടി വന്നു. അത് കഴിഞ്ഞ് അച്യുതാനന്ദൻ വന്നു, പിന്നെ ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടിയുടെ അത്ര അവധി കൊടുത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ മുതൽക്ക് ഉണ്ടായിരുന്ന ഈ കർക്കിടകവാവിൻ്റെ അര ദിവസത്തെ അവധി പുള്ളി മുഴുവൻ ദിവസം അവധിയാക്കി. മന്നൻ ജയന്തി ആദ്യം നിയന്ത്രിത അവധിയാക്കി, പിന്നെ അത് ഫുൾ ഹോളിഡേ ആക്കി. വൈകുണ്ഠ ജയന്തി നിയന്ത്രിത അവധിയാക്കി നാടാർ സമുദായക്കാർക്ക്. വിശ്വകർമ്മർക്ക് കന്നിമാസം 1-ാം തീയതി വിശ്വകർമ്മ ദിനം അത് അവധിയാക്കി. പിന്നെ ഈ ധീവര സമുദായക്കാർ ചോദിക്കാൻ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ചരമദിനം 2-1 പുള്ളി അവധിയാക്കി കൊടുത്തന്നെ. അതിലുപരി അയ്യങ്കാളി ജയന്തി പുള്ളി അവധിയാക്കി. അയ്യങ്കാളിക്ക് അവധി കൊടുക്കരുതെന്നുള്ള അഭിപ്രായമല്ല. അയ്യങ്കാളി ജയന്തി പണ്ടോട്ടേ അവധിയാണ്. അവിട്ട ദിനമാണ് പുലയ മഹാസഭക്കാർ സാധാരണയായിട്ട് അയ്യങ്കാളി ജയന്തിയായിട്ട് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ അവിട്ടം, ഓണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ട ദിനം, അതിൻ്റെ പിറ്റേ ദിവസം ചതയ ദിനം നാരായണ ഗുരുദേവൻ്റെ. പക്ഷേ പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അയ്യങ്കാളി ജയന്തിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് വേറൊരു അവധി കിട്ടും. പുള്ളി പഞ്ചാംഗവും കലണ്ടറൊക്കെ നോക്കി കണ്ടുപിടിച്ചു. അയ്യങ്കാളി ജനിച്ച ദിവസം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം കണ്ടുപിടിച്ചിട്ട് ഈ ഡേറ്റിൽ അവധി വേണം എന്ന് പറഞ്ഞൊരു അപേക്ഷ ഉമ്മൻചാണ്ടി കൊടുത്തു. അങ്ങനെ അയ്യങ്കാളി ജയന്തി ഉമ്മൻചാണ്ടി അവധിയായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം പുന്നല ഗ്രൂപ്പുകാർ ഈ അയ്യങ്കാളി ജയന്തി ആഘോഷിക്കുന്നത് ഈ പറഞ്ഞ തീയതിയിലും മരിച്ചുപോയ ബാബുവിൻ്റെ ഗ്രൂപ്പുകാർ ആചരിക്കുന്ന ഔട്ടത്തിൻ്റെ അന്നുമാണ്. അങ്ങനെ രണ്ടു കൂട്ടരും പ്രത്യേകമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഉമ്മൻചാണ്ടി എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഉമ്മൻചാണ്ടി പോലും എന്ത് ചെയ്തില്ല, ദുർഗാഷ്ടമി അവധിയാക്കാൻ മറന്നുപോയി. ആരും ചോദിക്കാത്തതുകൊണ്ടാണ്. ബി ജെ പിക്കാരെ അപേക്ഷിച്ചെങ്കിൽ പോലും പുള്ളി കൊടുത്തേനെ. ഉമ്മൻചാണ്ടി അങ്ങനെ വളരെ ഉദാഹരണമായ ഒരു മനുഷ്യൻ. ഉമ്മൻചാണ്ടിയുടെ ഭരണം കഴിഞ്ഞതാ പിണറായി സർക്കാർ വന്ന് 9-ാം കൊല്ലത്തിലാണ്. പുള്ളിക്ക് ദുർഗാഷ്ടമി ഇങ്ങോട്ടൊരു അവധി അല്ലാതെ കിടക്കുന്നതിലൊരു വിഷമം തോന്നി. ആ വിഷമം അങ്ങനെ വെറുതെ ഉണ്ടായതല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ CPM-ൻ്റെ വോട്ടുകൾ ഗണ്യമായ രീതിയിൽ BJP-യിലേക്ക് ചോർന്നു പോയി എന്നുള്ള കാര്യം പാർട്ടി കണ്ടെത്തി. ആലപ്പുഴ മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ഈവൻ വടകരയിലും കണ്ണൂരും വരെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPM-ൻ്റെ ആന കുത്തിയാൽ ഇളകാത്ത കുറേ അധികം വോട്ടുകൾ BJP-യുടെ പെട്ടിയിലേക്ക് പോയി എന്ന് ബോധ്യം. എന്നാൽ ഇനി ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി സജി ചെറിയാൻ അമൃതപുരിയിൽ പോയിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയും ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ദുർഗാഷ്ടമിക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുക. വളരെ നല്ല കാര്യം. അടുത്ത കൊല്ലത്തെ കലണ്ടർ തയ്യാറാക്കുമ്പോൾ ഇപ്പം തന്നെ അതിന് വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഈ ഒരു കൊല്ലം കൊണ്ട് നിർത്തിക്കളയരുത്. അച്യുതമേനോൻ ചെയ്ത ഒരു തെറ്റ് പിണറായി വിജയൻ തിരുത്തുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കാവ്യനീതി ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് പിണറായി സഖാവിനോടും പാർട്ടി നേതൃത്വത്തോടും എനിക്കുള്ള അഭ്യർത്ഥന, ഈ ദുർഗാഷ്ടമിയുടെ 1976 അച്യുതമേനോൻ നിർത്തലാക്കിയ അവധി 2025-ാം ആണ്ടിൽ പിണറായി വിജയൻ പുനഃസ്ഥാപിച്ചു എന്നുള്ളത് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. അവന് എല്ലാ ഭാവങ്ങളും നേർന്നു. പൂജ വെച്ച് ഇന്ന് മുതൽ പഠനം അവസാനിപ്പിച്ച് ഇനി വിദ്യാരംഭത്തിൻ്റെ അന്ന് തുറക്കാൻ ഉദ്ദേശിക്കാതിരിക്കുകയോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹോഷ്മളമായ നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. പിണറായി വിജയൻ നീണാൾ വാഴട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.